ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു എജുമേറ്റ്സ്. 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും 4ാമത്തെ മകനായിട്ട് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചു. അദ്ദേഹത്തെ മനു അല്ലെങ്കിൽ മോനിയ എന്നാണ് വിളിച്ചിരുന്നത്. 1883 കസ്തൂർബായിയെ കല്യാണം കഴിച്ചു. 1885 അച്ഛൻ മരിച്ചു. 87 മെട്രിക്കുലേഷൻ പാസ്സായി. 88 അദ്ദേഹം നിയമം പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോയി. 91 അദ്ദേഹം തിരിച്ചു വന്നു. 1893 ദക്ഷിണാഫ്രിക്കയിൽ ദാദാ അബ്ദുള്ള ആൻഡ് കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായിട്ട് അദ്ദേഹം പോയി. പീറ്റർ മാരിറ്റ്സ്ബർഗിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെ ട്രെയിനിൽ നിന്നും ഇറക്കി വിട്ടത്. 1894 നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയും അദ്ദേഹം തന്നെയായിരുന്നു. 1899 ബൂവർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആംബുലൻസ് കോർപ്സ് രൂപീകരിച്ചു. 1901 INCയുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. കൊൽക്കത്ത സമ്മേളനമായിരുന്നു. അതിൽ ദിൽഷോ യെഡുൽജി വാച്ചയായിരുന്നു അധ്യക്ഷൻ. 1902 അദ്ദേഹം തിരിച്ച് വീണ്ടും ദക്ഷിണാഫ്രിക്കയിലെത്തി. 1904 ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന് പറഞ്ഞിട്ടൊരു ന്യൂസ് പേപ്പർ സ്ഥാപിച്ചു. 1906 സെപ്റ്റംബർ 11 അദ്ദേഹം ആദ്യമായിട്ട് സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചത്. ട്രാൻസ്വാളിലായിരുന്നത് ഏഷ്യാറ്റിക് ഓർഡിനൻസിനെതിരെ ആയിരുന്നു. 1908 ജനുവരി 11 അദ്ദേഹം ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ടു. അദ്ദേഹം കിടന്നത് ജോഹന്നാസ്ബർഗിലെ ജയിലിലാണ്. 2 മാസമാണ്. 1908 തന്നെയാണ് ഹിന്ദു സ്വരാജ് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 1910 ഡോക്ടർ ഹെർമൻ കെല്ലൻബെച്ചുമായിട്ട് ചേർന്നിട്ട് ടോൾസ്റ്റോയ് ഫാം അദ്ദേഹം സ്ഥാപിച്ചു. 1915 ജനുവരി 9 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. ജനുവരി 9 നമ്മൾ പ്രവാസി ഭാരതീയ ദിനമായിട്ട് ആചരിക്കുന്നു. ഇത് 2003 മുതലാണ് ഇങ്ങനെ ആചരിച്ച് തുടങ്ങിയത്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അതൊന്നും കൂടെ ഇപ്പോൾ പറഞ്ഞത്. നമുക്കിനി നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. പറഞ്ഞായിരുന്നു 1899 ബൂവർ യുദ്ധം നടക്കുമ്പം അവിടുത്തെ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആംബുലൻസ് കോർപ്സ് സംഘടിപ്പിച്ചിട്ട് ഗാന്ധിജി അവരെ സഹായിച്ചായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ബ്രിട്ടീഷുകാർക്ക് ഇത് ഇഷ്ടപ്പെടുകയും അവർ ഗാന്ധിജിക്ക് 1915 കൈസർ ഇ ഹിന്ദ് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു. അപ്പോൾ 1915 ബ്രിട്ടീഷുകാർ ഗാന്ധിജിക്ക് കൊടുത്ത അവാർഡാണ് കൈസർ ഇ ഹിന്ദ്. അദ്ദേഹം 1915 തന്നെ ഇന്ത്യയിൽ മടങ്ങിയെത്തി. എന്നിട്ട് അദ്ദേഹം നേരെ ചെയ്ത കാര്യം ഇന്ത്യ മുഴുവൻ കറങ്ങി കാണുവാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ടൂറിന് പോയതല്ല, പകരം ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി എന്താണെന്ന് മനസ്സിലാക്കാനും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഗാന്ധിജി ഇന്ത്യ മുഴുവൻ കറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വന്നിട്ട് 1915 അവസാനമാകുമ്പോഴത്തേക്കും അഹമ്മദാബാദിലെ കെച്ചുറാബിൽ ഒരു സത്യാഗ്രഹാശ്രമം സ്ഥാപിക്കും. അപ്പോൾ 1915 തന്നെ അഹമ്മദാബാദിലെ കെച്ചുറാബിൽ അദ്ദേഹം തൻ്റെ ആദ്യത്തെ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിക്കും. അതിനുശേഷം കുറച്ച് കാരണങ്ങൾ കൊണ്ട് 1917 ജൂൺ 17 ആകുമ്പോഴത്തേക്കും കെച്ചുറാബിൽ നിന്ന് മാറ്റിയിട്ട് അത് സബർമതി തീരത്തോട്ട് മാറ്റും. അപ്പോൾ 1915 അഹമ്മദാബാദിലെ കെച്ചുറാബിൽ സ്ഥാപിച്ച ആശ്രമം 1917 ജൂൺ 17 ആകുമ്പോഴത്തേക്കും അത് സബർമതി തീരത്തോട്ട് മാറ്റും. ഈ ആശ്രമത്തിനെ ഗാന്ധി ആശ്രമം, ഹരിജൻ ആശ്രമം, സത്യാഗ്രഹ ആശ്രമം എന്നിങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് 1916 INCയുടെ ലക്നൗ സമ്മേളനം വരുന്നത്. അപ്പോൾ അതിൽ ഗാന്ധിജി പങ്കെടുക്കും. INC സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അംബിക ചരൺ മജുംദാർ ആയിരുന്നു. ഈ ലക്നൗ INC സമ്മേളനം 1916 ലക്നൗ INC സമ്മേളനം ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയത്തക്ക ഒന്നുമാണ്. അതിൽ വെച്ചിട്ടാണ് ഈ ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലക്നൗ ഉടമ്പടി നടക്കുന്നത്, ലക്നൗ പാക്റ്റ്. അത്രയും നാളും ഭിന്നിച്ച് നിന്നിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഒരു സഖ്യമുണ്ടാവുന്നത് ഈ INC ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. ലക്നൗ പാക്റ്റ് ഒപ്പുവയ്ക്കുന്നത് മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകും കൂടെ ചേർന്നിട്ടാണ്. അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയതും ഈ ലക്നൗ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ 1916 ലക്നൗ സമ്മേളനത്തിൽ അംബിക ചരൺ മജുംദാർ ആയിരുന്നു അതിൻ്റെ അധ്യക്ഷൻ. ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയും നെഹ്റുവും തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ലക്നൗ ഉടമ്പടി. ലക്നൗ പാക്റ്റ്
1916 ലക്നൗ INC സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഒപ്പുവെക്കുന്നത്. ആ ഒപ്പുവെച്ചത് മുഹമ്മദ് അലി ജിന്നയും ബാലഗംഗാധര തിലകുമായിരുന്നു. സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും രാജ്കുമാർ ശുക്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഗാന്ധിജിയുടെ അടുത്ത് വന്നിരിക്കും. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറയും, താങ്കൾ ഇന്ത്യ മൊത്തം ചുറ്റി കണ്ടിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയില്ലേ? അപ്പം ഞാൻ ചമ്പാരനിലെ ഒരു നീലം കർഷകനാണ്, ഞങ്ങളുടെ നാട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, താങ്കളൊന്ന് വന്നാൽ ചിലപ്പോൾ അത് ശരിയാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ ഗാന്ധിജി പറയും, ഓ ശരി ആയിക്കോട്ടെ ഞാൻ വരാം എന്ന് പറയും. പിന്നെ ഗാന്ധിജി രാജേന്ദ്ര പ്രസാദിനെയും ആചാര്യ കൃപലാനിയെയും കൂട്ടിയിട്ട് 1917 ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ചമ്പാരനിലെത്തും. ഗാന്ധിജി തൻ്റെ ആദ്യത്തെ സിവിൽ നിയമലംഘന സമരം ആരംഭിക്കുന്നത് ബീഹാറിലെ ചമ്പാരനിൽ വെച്ചിട്ടാണ്. ഇത് നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി ചമ്പാരനിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ആദ്യത്തെ സമരം ഇതായിരിക്കണമെന്നങ്ങ് തീരുമാനിക്കുകയും അങ്ങനെ അവിടെ വെച്ചിട്ട് അദ്ദേഹം സമരം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം അവിടെ സമരം പോകത്തില്ലെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അപ്പോഴത്തേക്കും പോലീസുകാർ വന്നിട്ട് പറഞ്ഞ് പറ്റത്തില്ല, നിങ്ങൾ ഇവിടുന്ന് മാറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗാന്ധിജി പറഞ്ഞ് എനിക്കൊരു പേടിയില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്നെ അറസ്റ്റ് ചെയ്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പിന്നെ പോലീസുകാർ സ്വാഭാവികമായിട്ടും പിന്മാറുകയും പിന്നെ അത് ഒരു ഒത്തുതീർപ്പിലെത്തുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ ചമ്പാരൻ സമരത്തിൽ പ്രധാനമായിട്ടും 2 പ്രത്യേകതയാണുള്ളത്. ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ഒരു സമരം നടത്തുന്നത് ചമ്പാരൻ സമരമാണ്. അതുപോലെ തന്നെ ആദ്യമായി സിവിൽ നിയമലംഘന സമരവും ചമ്പാരൻ സമരമാണ്. അത് കഴിഞ്ഞിട്ട് സമരമൊക്കെ എല്ലാം ഒത്തുതീർപ്പായി വിജയകരമായിട്ട് തിരിച്ചു വരും. അപ്പോഴത്തേക്കും 1918 അഹമ്മദാബാദിൽ മില്ലിൻ്റെ പണിമുടക്ക് വരും. അപ്പോൾ അവിടെയും തുണിമിൽ കർഷകരുമായിട്ട് അവിടുത്തെ തൊഴിലാളികളും ഉടമസ്ഥരും ഒക്കെ ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഇതിനും ഗാന്ധിജിയെ സഹായത്തിനായിട്ട് അവർ വിളിക്കും. അങ്ങനെ ഗാന്ധിജി അവിടെയും പോകും. അവിടെ ചെന്നും അവരുമായിട്ടും ഒത്തുതീർപ്പുണ്ടാക്കി അതും ഒരു വിജയത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ ഇത് ഗാന്ധിജി രണ്ടാമതായി പങ്കെടുത്ത സമരമാണ്. ഇന്ത്യയിൽ വന്നതിന് ശേഷം രണ്ടാമതായി പങ്കെടുത്ത സമരമാണ് 1918 അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. അതുപോലെ ഇതിൽ വേറൊരു പ്രത്യേകതയുള്ളത് ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരമാണ്. നമ്മളിത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടിയുള്ളത്, ചമ്പാരനിൽ ഗാന്ധിജി ആദ്യമായി സിവിൽ നിയമലംഘന സമരമാണ് നടത്തിയത്. അതേപോലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സമരം കൂടിയാണത്. 1918 അഹമ്മദാബാദ് മിൽ പണിമുടക്കിൽ നടക്കുന്നത് ഗാന്ധിജി ആദ്യമായി നിരാഹാര സമരമാണ്. അതുപോലെ ഗാന്ധിജിയുടെ രണ്ടാമത്തെ സമരം കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് ആ വർഷം തന്നെ ഗുജറാത്തിലെ ഖേഡ എന്ന സ്ഥലത്ത് ഭൂനികുതിയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ഗാന്ധിജി അതിലും ഇടപെടും. അതിൽ ഗാന്ധിജി ഒറ്റയ്ക്കല്ല പോയത്, നമ്മുടെ സർദാർ വല്ലഭായി പട്ടേലുമായിട്ടാണ് ഗാന്ധിജി അവിടെ പോയത്. പട്ടേൽ എന്ന് വെച്ചാൽ ഒരു വക്കീലായിരുന്നു. അപ്പോൾ അദ്ദേഹം തൻ്റെ വക്കീൽ പണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഫുൾ ടൈം ഒരു സ്വാതന്ത്ര്യ സമര സേന രംഗത്തേക്ക് വരുന്നത് ഈ സമരത്തോടു കൂടിയാണ്. ഖേഡ സമരത്തോടു കൂടിയാണ് അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് 1915 കൈസർ ഈ ഹിന്ദ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ കൊടുത്ത് 1915 തന്നെ അഹമ്മദാബാദിലെ കെച്ചിറാബിൽ ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹ ആശ്രമം സ്ഥാപിച്ച് അത് കഴിഞ്ഞിട്ട് 1917 ജൂൺ 17 ആയപ്പോഴത്തേക്കും അത് സബർമതി തീരത്തോട്ട് മാറ്റി. 1916 ലക്നൗ വെച്ചിട്ട് INC സമ്മേളനം നടന്നു. അതിൽ അംബിക ചരൺ മജുംദാർ ആയിരുന്നു പ്രസിഡൻറ്റ്. അതിൽ ലക്നൗ ഉടമ്പടി, അത് മെയിനാണ്, ലക്നൗ ഉടമ്പടി നടന്നു. അതുപോലെ തന്നെ നെഹ്റുവും ഗാന്ധിജിയും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടി. പിന്നെ 1917 രാജ്കുമാർ ശുക്ല ക്ഷണിച്ചതനുസരിച്ചിട്ട് ഗാന്ധിജി ചമ്പാരനിൽ പോവുകയും അവിടെ ആദ്യമായി സിവിൽ നിയമലംഘന സമരം നടത്തുകയും ചെയ്തു. അതുപോലെ ചമ്പാരൻ സമരം തന്നെയാണ് ഗാന്ധിജി ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത സമരം. കഴിഞ്ഞിട്ട് 1918 അഹമ്മദാബാദ് മിൽ പണിമുടക്ക് വരും. അത് ഗാന്ധിജി രണ്ടാമതായി ഇന്ത്യയിൽ പങ്കെടുത്ത സമരവും കൂടാതെ ആദ്യമായി ഗാന്ധിജി നടത്തിയ നിരാഹാര സമരവും കൂടിയാണ്. ഇന്നത്തെ പോർഷൻസൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.